Praise the Lord. Hallelujah. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കാം. രോഗികളായി ആശുപത്രികളിലും വീടുകളിലുമൊക്കെ ആയിരിക്കുന്നവരെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. കോവിഡിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം നമ്മുടെ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ. അതുകൊണ്ട് എല്ലാവരും അക്കാര്യങ്ങളിൽ സഹകരിച്ച് പ്രാർത്ഥിച്ചു വേണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ബലിയർപ്പണത്തിനായിട്ട് വരിക. ലോകം മുഴുവനും 1 കോടിയിലേറെ പേർക്കാണ് ഈ മഹാമാരി ബാധിച്ചിരിക്കുന്നത്. 54 ലക്ഷത്തിലധികം പേര് സൗഖ്യം പ്രാപിച്ചു. 5 ലക്ഷത്തിലധികം പേർ മരണമടഞ്ഞു. നമുക്ക് ഈ മഹാമാരിയിൽ നിന്നും പരിപൂർണമായ സൗഖ്യം ലോകം മുഴുവൻ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും എല്ലാവരെയും സമർപ്പിക്കുകയും ആരോഗ്യ പരിപാലന രംഗങ്ങളിൽ സേവനം ചെയ്യുന്നവരെ സമർപ്പിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അങ്ങയുടെ ജനമായി ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികരണം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. Oh
എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ഒരുക്കണം. അതുവഴി വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമാധാനം, കാരുണ്യം, വിനയം, എളിമ, അനുസരണം, വിധേയത്വം തുടങ്ങിയ പുണ്യങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അലങ്കൃതരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കൂടാരം പഠിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ കടന്നിരുന്നു. നിങ്ങൾക്ക് വഴികാട്ടുവാനായി അവിടുത്തെ രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു. കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു. അവിടുന്ന് ശബ്ദം ചെയ്തു പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണും. അവന്റെ പാദം പതിച്ച സ്ഥലം അവനും അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. നൂനിന്റെ പുത്രനും നിന്റെ സഹായകനുമായ യോശുവ അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും. എന്നാൽ ശത്രുക്കൾക്കിടയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ നിങ്ങൾ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് ഞാൻ അത് നൽകും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകളനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു. മലപ്രദേശത്തേക്ക് കയറി പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവരോട് പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, യുദ്ധം ചെയ്യുകയും അരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലപ്രദേശത്തേക്ക് കയറി. ആ മലയിൽ താമസിക്കുന്ന അമോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ചക്കൂട്ടം പോലെ സെയീർ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് വിശേഷം തോൽപ്പിച്ചു. നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിന് മുമ്പിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല. അതിനാൽ നിങ്ങൾ കാദേശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്. സഹോദരനെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ
സ്വീകരിച്ച് പ്രവചനപരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അത് അവന്റെ ഉത്കൃഷ്ടത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. ഭാഷാപരത്തിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരിക്കുന്നു. പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാപരത്തിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം. ഭാഷാപരമുള്ളവന്റെ വാക്കുകൾ സഭയുടെ ഉത്കൃഷ്ടത്തിന് ഉതകും വിധം ആരെങ്കിലും പ്രവചിക്കുന്നെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. സഹോദരരെ, ഞാൻ ഭാഷാപരത്തിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? വീണ, കുഴൽ മുതലായ അച്ഛേദങ്ങളായ സംഗീതോപകരണങ്ങൾ പോലും വ്യതിരിക്തമായ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമോ? കാഹളധ്വനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും. ഭാഷാപരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്കെങ്കിലും മനസ്സിലാകും. വായോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അർത്ഥമുള്ള അനേകം ശബ്ദങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവന് ഞാൻ എനിക്ക് അവന് അന്യനായിരിക്കും. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 22 മുതൽ. വീണ്ടും അവൻ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നതെന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ
സമർത്ഥരാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. വളരെ നിസ്സാരമായ ഒരു ചിന്തയാണ് എന്ന് പങ്കുവയ്ക്കുക. നമുക്ക് സുപരിചിതനായ വിശുദ്ധ അന്തോനീസ് മറ്റൊരു അച്ഛൻ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പ്രസംഗിക്കാൻ വരാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ധനാഢ്യനായ ഒരു മനുഷ്യന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷയില് വചനം പങ്കുവച്ചു. ആ വചനം പങ്കുവച്ചത് ഇപ്രകാരമായിരുന്നു. അതിന്റെ സംക്ഷിപ്ത രൂപം ഇന്ന് നാം വായിക്കേണ്ട ഈ വചനഭാഗമാണ്. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയം. ധനാഢ്യനെ കുറിച്ച് ഒത്തിരിയേറെ മേന്മകളും വിശേഷണങ്ങളും വിശുദ്ധ അന്തോനീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ചാരുതയെ കുറിച്ച് പറഞ്ഞു. ജീവിത വിശുദ്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, മരണം മൂലം വേർപിരിഞ്ഞു പോയ നമ്മുടെ ഈ പ്രിയ സഹോദരന്റെ ഹൃദയം ഇദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പണപ്പെട്ടിക്കുള്ളിലാണ്. പെട്ടെന്ന് ബന്ധുമിത്രാദികൾക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും വലിയ അമർഷം തോന്നി. പ്രസംഗത്തിന്റെ പാതി സമയത്ത് നിർത്തേണ്ടി വന്നു. അവര് പോയി അന്വേഷിച്ചപ്പോൾ അതാ ഈ വ്യക്തിയുടെ ഹൃദയം അദ്ദേഹത്തിന്റെ പണപ്പെട്ടിയിൽ ഇരുന്നിങ്ങനെ പെട്ടെന്ന് അവര് തിരിച്ചു വന്നു. വിശുദ്ധ അന്തോനീസിനോട് മാപ്പ് ചോദിച്ചു. പ്രസംഗം തുടരുകയും അന്തോനീസിന്റെ കീർത്തി കൂടുതൽ വ്യാപിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ചിന്ത ഇത് തന്നെയാണ്. നമ്മുടെ ഹൃദയം നമ്മുടെ നിക്ഷേപത്തിന്റെ സമീപമാണ്. എവിടെയാണെന്ന് ഞാനും നിങ്ങളും അന്വേഷിക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മീയ മുന്നേറ്റം. താങ്ക് യു. നമുക്കെല്ലാവർക്കും സന്തോഷവും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയമിച്ച കർത്താവേ, ഞങ്ങളുടെ പ്രസിദ്ധാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സമ്പാദിച്ചതാവുമായ മാണോർജാലി ശ്രേഷ്ഠമന്ത്രാകുണ്ടായി മറ്റെല്ലാ മന്ത്രാന്മാരെയും പ്രേസിഡന്റ് ജോലി ചെയ്യുന്ന എല്ലാവരെയും അടിസ്ഥാനമായ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് എന്നോട് അവിടെ അപേക്ഷിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ സാധിക്കാതെ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലുമായിരിക്കുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളോടൊപ്പം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദേശത്തും സ്വദേശത്തും മറ്റു പല സ്ഥലങ്ങളിലുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
രോഗബാധിതരായ നമുക്ക് പരിചിതരായ എല്ലാവരെയും മറ്റു രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. 1 കോടിയിലധികം പേർക്കാണ് രോഗബാധിതരായത്. സന്തോഷകരമായ ഒരു കാര്യം 54 ലക്ഷത്തിലധികം പേര് സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. എന്നാൽ നമ്മളെ വീണ്ടും ദുഃഖിപ്പിക്കുന്ന കാര്യം 5 ലക്ഷത്തിലധികം പേര് ഈ രോഗബാധിതരായി മരണമടഞ്ഞു എന്നുള്ളതാണ്. എല്ലാവരെയും നമ്മുടെ നിയോഗങ്ങളോടൊപ്പം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ലോകം മുഴുവനെയും അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അങ്ങയുടെ ആരാധനമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസർവ്വങ്ങൾക്കെല്ലാം പിതാവിനും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായി തറയ്ക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിച്ചവരെന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈര്യവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായി ശരീരത്തിൽ ഉയർന്നു നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരങ്ങളെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു കാരുണ്യാതിരേക്കാലം ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും Yeah.
യുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രൊബേന്മാരോടും സദാപ്യന്മാരോടും എല്ലാ വിശുദ്ധ ദൂതന്മാരോടും മാലാഖാവൃന്ദത്തോടുമൊപ്പം അങ്ങേക്ക് ഞങ്ങൾ ആരാധനാസ്തുതി കീർത്തനങ്ങൾ ആലപിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതകം അങ്ങയുടെ സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യത പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉയർത്തിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ
ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസറങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമുള്ള അനുഗ്രഹങ്ങളാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കി, മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു, അധപ്പതിച്ചു പോയ ഞങ്ങളെ സംഹരിച്ചു, മൃതരായി ഞങ്ങളെ ജീവിപ്പിച്ചു, പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, കത്തോലിക്കാ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും സഭാധ്യക്ഷനായ കർദിനാൾ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്കും അതിരൂപതാധ്യക്ഷനായ മാർ ആന്റണി മെത്രാപ്പൊലീത്തയ്ക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാകുന്ന ജീവിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാവർക്കും വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ലോകമാസകലമുള്ള എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്കും സുസ്ഥിതിക്കും സമാധാനത്തിനും വേണ്ടി ഏറെ പ്രത്യേകമാവിധം ഇന്ന് ഈ വിശുദ്ധ ബലി വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അർപ്പിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ബലഹീനരും പാപികളും അയോഗ്യരുമായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ എല്ലാ നീതിമാന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ ഔന്നത്യവും സമൃദ്ധവുമായ ഹൃദയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാസഹനത്തിന്റെ, കുരിശുമരണത്തിന്റെ, സംസ്കാരത്തിന്റെ, ഉദ്ധാനത്തിന്റെ മഹനീയമായ രഹസ്യങ്ങളെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഒന്നു ചേർന്ന് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അങ്ങയുടെ ദാസന്റെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലുള്ള വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ എല്ലാവരെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഒപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ അമൂല്യമായ ശരീരത്തിലൂടെ നാം സമർപ്പിക്കാം. അനുതാപത്തോടെ അപരാധം തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗരയോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് അതിനെ നാദരാലയത്തോടെ കിടക്കെ പാവനം കാണിക്കുകയും ചെയ്യാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രയത്നിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാണ്. ും
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. മുദ്രിതരായി
നൽകണമേ.